ഹലോ മക്കളെ, എല്ലാവരും 2025 CBSE ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അതിഗംഭീരമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ഏതൊരു വിദ്യാർത്ഥിയും ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ എത്തുമ്പോൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് സീനിയേഴ്സ് പറയുന്നത് ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ഡിഫിക്കൽട്ട് ആണ്. എന്തുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ഡിഫിക്കൽട്ട്? വളരെ വ്യക്തമായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. വൈ ആ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. സോ വൈ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ഡിഫിക്കൽട്ട്? എന്തുകൊണ്ട്? ഒറ്റ ഭാഗം നമുക്ക് അറിയാമായിരിക്കും. സെക്ഷൻ എയും ബിയും സിയും ഡിയും ഇയും എല്ലാം തന്നെ നമ്മളുടെ എക്സാമിനകത്തുണ്ട്. ഈ പറയുന്ന സെക്ഷൻസിൽ ഏത് ഭാഗമാണ് ഡിഫിക്കൽട്ട്? സെക്ഷൻ ബി ആണോ, സി ആണോ, കേസ് സ്റ്റഡി ആണോ, അതോ സെക്ഷൻ നമുക്ക് ഡി എന്ന് പറയുന്ന 5 മാർക്കിന്റെ ആണോ? ഞാൻ ആദ്യമേ തന്നെ ഒരു പെരിഫറൽ ഐഡിയ തരാം. സെക്ഷൻ എ എന്ന് പറയുന്നത് ഒരു 1 മാർക്കിന്റെ ആണ്, MCQs ആണ്. സെക്ഷൻ ബി എന്ന് പറയുന്നത് ഒരു 2 മാർക്കിന്റെ സെക്ഷൻ ആണ്. സെക്ഷൻ സി നമുക്കറിയാം 3 മാർക്കിന്റെയും, സെക്ഷൻ ഡി നമുക്ക് 5 മാർക്കിന്റെയും, ആൻഡ് ഫൈനലി സെക്ഷൻ ഇ നമുക്ക് എന്താണ്, ഒരു കേസ് സ്റ്റഡി ആണ്. ഇത്തരത്തിലാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ വേണ്ടി സാധിക്കുക ഫോർ സയൻസ് ആൻഡ് മാത്സ്. നമ്മൾക്ക് സോഷ്യൽ സ്റ്റഡീസ് വരുമ്പോൾ സെക്ഷൻ എഫും കൂടി ഉണ്ടാകും, ഒരു മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഇത്തരത്തിലാണ് നമ്മളുടെ ഒരു എക്സാമിന്റെ സ്പ്ലിറ്റപ്പ് വരുന്ന എക്സാംസിന്റെ സെക്ഷൻസ് കയറി വരുന്നത്. ഇതിനകത്ത് സെക്ഷൻ ബി ആണോ, സി ആണോ, ഡി ആണോ, ഇ ആണോ ബുദ്ധിമുട്ട്? ഇതൊന്നുമല്ല ബുദ്ധിമുട്ട്. സെക്ഷൻ എ MCQs, അതാണ് നമ്മളുടെ ഡിസൈഡിങ് ഫാക്ടർ. ഏതൊരു വിദ്യാർത്ഥിക്കും ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ഡിഫിക്കൽട്ട് ആണെന്ന് പറയാനുള്ള ഏക കാരണം അത് MCQs ആണ്. MCQ 20 എണ്ണം. ഈ 20 MCQs ആൻസർ ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 അവർ. ആൻഡ് 1 അവറിൽ അവർക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 20 മാർക്സ്, വെറും 20. ആൻഡ് ബാക്കിയുള്ളതോ, ബാക്കി 60 മാർക്സിന് വേണ്ടി ഓൺലി 2 hours, 2 മണിക്കൂർ മാത്രമാണ് നമുക്കിത് ബാക്കിയുള്ള 60 മാർക്കിന് വേണ്ടി ഏതൊരു വിദ്യാർത്ഥിയും ചെലവഴിക്കുക. സോ ഓട്ടോമാറ്റിക്കലി സെക്ഷൻ ബിയും സിയും ഡിയും ഇയും ഒന്ന് ഒക്കെ തന്നെ നമുക്ക് എന്താണ് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നല്ലവണ്ണം നമുക്ക് എന്താണ് അത് ഇലാബറേറ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സോ നമ്മൾ എവിടെയാണ് സമയം ലാഭിക്കേണ്ടത്? MCQs. നമ്മൾ ഏത് ഭാഗമാണ് ഈസി ആക്കേണ്ടത്? MCQs എങ്ങനെ ഈസി ആക്കാൻ വേണ്ടി സാധിക്കും? അതിന് നമ്മൾ എന്താണ് പ്രാക്ടീസ്, അത് മാത്രമാണ് സൊല്യൂഷൻ. വേറെ ഒന്നുമില്ല, പ്രാക്ടീസ്. ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ആ ചാപ്റ്ററിന്റെ MCQs നമ്മൾ അതിഗംഭീരമായിട്ട് ഡീൽ ചെയ്യണം. സോ സൈലം ലേണിംഗ് ആപ്പിനകത്ത് എങ്ങനെയാണ് ഞങ്ങൾ വിദ്യാർത്ഥികളെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, MCQ എന്നുള്ളൊരു കൊലകൊമ്പനെ നമ്മൾ എങ്ങനെയാണ് പിടിച്ചെട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. മാത്സിലെ നമ്മളിപ്പോൾ ആപ്പിനകത്ത് 3ാമത്തെ പാഠം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3rd ചാപ്റ്റർ എടുക്കും. 3rd ചാപ്റ്ററിൽ 2 പാർട്ട് ലൈവ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഒരു പാർട്ട് ലൈവ് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതാണ് കംപ്ലീറ്റ് ആപ്പിന്റെ ക്ലാസ്സുകൾ. നമ്മൾ മുമ്പെടുത്ത ക്ലാസ്സുകൾ എല്ലാം ലഭിക്കുന്നതാണ്. ഈ ക്ലാസ്സിന് പുറമെ ഇവിടെ നോട്ട്സ് ഉണ്ടാകും. നോട്ട്സ് എന്ന് പറയുന്നത് ക്ലാസ്സിൽ അധ്യാപകൻ എന്താണോ എഴുതിയിരിക്കുന്നത്, ഏത് ക്വസ്റ്റൻ ആണ് ചെയ്തിരിക്കുന്നത്, ഏത് സ്ലൈഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇതിന് പുറമെ 3ാമത്തെ ഓപ്ഷൻ DPP. ഈ DPPs ആണ് നമ്മൾ എക്സാം ഈസി ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് തരുന്നത്, അതായത് MCQs. DPP നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുന്നതാണ്, നമുക്ക് ഒരുപാട് MCQs കാണാൻ വേണ്ടി സാധിക്കും. Which of the following is a linear equation? Options 4. നമ്മൾ എന്താ മാർക്ക് ചെയ്തത്? And you know the main fact over here, ഇവിടുത്തെ ഗംഭീരമാക്കുന്നത് വേറെ ഒന്നുമല്ല, ടൈമർ. ഇവിടെ ടൈമർ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു എക്സാം പ്രഷർ എല്ലാ മക്കൾക്കും ഇത് ഫീൽ ചെയ്യും. സോ എക്സാം പ്രഷർ നമുക്ക് എന്താണ്, ഭാവിയിൽ എഴുതുന്ന ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന്റെ പ്രഷർ നമുക്ക് ഇപ്പോഴുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വളരെ സുഖമായിട്ട് തന്നെ ആ പ്രഷർ ഓവർകം ചെയ്ത് ക്ലാസ് 10 CBSE ബോർഡ് എക്സാം എഴുതുന്ന സമയം വരുമ്പോൾ, അടുത്ത ഫെബ്രുവരി മാസം വരുമ്പോൾ വളരെ സുഖമായിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്തുള്ള കംപ്ലീറ്റ് MCQs ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. 1 മിനിറ്റ് ആണെന്ത് ഒരു ക്വസ്റ്റ്യന്. നമ്മൾ എന്ത് ചെയ്തു? സബ്മിറ്റ് കൊടുത്തു. ഒബ്വിയസ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നെക്സ്റ്റിലേക്ക് പോയി മാർക്ക് ചെയ്തു, ലക്കി. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും വായിച്ച് നമ്മൾ കംപ്ലീറ്റ് ആൻസർ ചെയ്യണത്. ഇത്തരത്തിലും എന്താണ് വളരെ സുഖമായിട്ട് നെക്സ്റ്റ് അടിച്ച് നമുക്ക് ഈ ഒരു എക്സസൈസ് നിങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ ഗംഭീരമായിട്ട് നമ്മുടെ MCQന്റെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അത് മാത്രമല്ല 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. നമുക്ക് എന്താണ് നമ്മൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്ത DPP അഥവാ ഞങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ ഡെയിലി ക്വിസിന്റെ റിസൾട്ടും കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിന്റെ റിസൾട്ടും കൂടി കാണിച്ചു തരാം. സോ ഇങ്ങനെയാണ് നമുക്കിത് ഡെയിലി ക്വിസിന്റെ റിസൾട്ട് വരുന്നത്. നിങ്ങൾ എഴുതിയ എക്സാമിന്റെ റിസൾട്ട് അപ്പോൾ തന്നെ കംപ്ലീറ്റ്ലി ഇങ്ങനെ
കറക്റ്റ് ആൻസർ എത്ര, ഇൻകറക്റ്റ് എത്ര, എത്ര സ്കിപ്പ് ചെയ്തു, എത്രയ്ക്കും ടൈം എടുത്തു. ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ, എത്ര സമയം എടുത്തു നമ്മൾ ഈ പറയുന്ന 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി. നിങ്ങളുടെ 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി ഹാഫ് ആൻ അവർ എടുക്കോ നോക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ക്ലാസ് 10 CBSE ബോർഡ് എക്സാം നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ്, നമ്മളിതാ ആക്യുറസി വന്നു, നമ്മൾ എത്ര എണ്ണം കംപ്ലീറ്റ് ചെയ്തു എല്ലാം തന്നെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിന് പുറമെ വ്യൂ സൊല്യൂഷൻസ്, നമുക്ക് എന്താണ് നമ്മുടെ സൊല്യൂഷൻസ് എല്ലാം ഇവിടെ ലഭിക്കുന്നതാണ്. പിന്നീട് കേട്ടോ, ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കൂടെ തന്നെ ആപ്പിനകത്ത് സൊല്യൂഷൻസും നിങ്ങളിലേക്ക് എത്തും. സോ ഏതൊരു വിദ്യാർത്ഥിക്കും MCQ എന്ന് പറയുന്ന അതിഗംഭീരമായ ഒരു കൊലകൊമ്പനെ പിടിച്ചു കെട്ടാൻ ഇത്തരത്തിൽ സാധിക്കുന്നതാണ്. ഇതിന് പുറമെയുള്ള എക്സാംസ് ആണ് സൈലം കണ്ടക്ട് ചെയ്യുന്ന സൈലത്തിന്റെ മൊഡ്യൂൾ എക്സാം അല്ലെങ്കിൽ സൈലത്തിന്റെ ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻ. നമ്മൾ ഏതൊരു ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ DPP PDF എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആപ്പ് ഡൗൺലോഡ് എല്ലാവർക്കും DPP PDF എന്ന് പോയി കഴിഞ്ഞാൽ മാത്സിന്റെ ഒരു എക്സാം ആണ് ഈ പറയുന്നത്. മാത്സിന്റെ പോളിനോമിയൽസ് സെക്കൻഡ് ചാപ്റ്റർ എക്സാം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ CBSE ബോർഡ് എക്സാമിന്റെ പാറ്റേൺ, അതേ പാറ്റേണിൽ തന്നെയാണ് സൈലത്തിന്റെ ഏതൊരു പരീക്ഷ നമ്മളെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാകും. അതേ പാറ്റേൺ 1 മാർക്ക് MCQs. CBSE ബോർഡ് എക്സാമിന് ചോദിക്കുന്ന MCQs നമ്മൾ മുൻകൂട്ടി കാണാൻ വേണ്ടി പോകുന്നു. 2 മാർക്ക് 3 മാർക്ക് ആൻഡ് നമുക്ക് എന്താണ് കേസ് സ്റ്റഡീസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അതിഗംഭീരമായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ CBSE ബോർഡ് എക്സാമിന്റെ അതേ പാറ്റേണിൽ അതേ നിലവാരത്തിൽ നിങ്ങളിലേക്ക് വരുന്നു ചോദ്യ പേപ്പർ. ഈ പറയുന്ന എക്സാമും കൂടി ഏതൊരു വിദ്യാർത്ഥി എഴുതുമ്പോൾ അതിഗംഭീരമായിട്ട് ആ വിദ്യാർത്ഥിക്ക് CBSE ബോർഡ് എക്സാം ഈസിയായി മാറുന്ന കാര്യത്തിൽ നോ ഡൗട്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇതിന് പുറമെ ഈ പറയുന്ന ഡിസ്കഷൻ നമുക്ക് പൊതുവെ എക്സാം എഴുതി കഴിഞ്ഞാൽ ഉത്തരം എവിടെയും ലഭിക്കൂല, എവിടെ ഉണ്ടാവൂല. ഡിസ്കഷന്റെ ഇവിടെ ആപ്പിനകത്ത് ലൈവായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇതായിരുന്നു നമ്മളുടെ എക്സാമിന്റെ ഡിസ്കഷൻ വീഡിയോ. സോ ഇത് എല്ലാ ചാപ്റ്റേഴ്സിനും ഇങ്ങനെ തന്നെയായിരിക്കും. ഏത് വിഷയമായിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഇത്തരത്തിൽ നമ്മൾ എന്താണ് ചെയ്തായിരിക്കും. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ഈസിയായി മാറുന്ന കാര്യത്തിൽ നോ ഡൗട്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. മക്കളെ, ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ബാക്കിയുണ്ടെങ്കിൽ എത്ര വേഗം തന്നെ 9995400800 എന്ന് പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കൂ. നിങ്ങൾ അഡ്മിഷൻ ഉറപ്പാക്കൂ. നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടി ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് തന്നെ ഫുൾ മാർക്ക് എന്ന സ്വപ്നത്തിലേക്ക് നടന്നിങ്ങാം. സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ. നമുക്ക് ലൈവ് വെച്ച് കണ്ടുമുട്ടാം. ബൈ ഓൾ.